Hello guys, welcome back to my channel. This is Archana and you're watching Life Unedited by Archana. അപ്പൊ ഞാൻ ഇന്ന് ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം ഞങ്ങൾ മറ്റന്നാള് കടവംസ് പോവാണ് ബാംഗ്ലൂര്. എനിക്കറിയില്ല ഞാൻ ഈ വ്ലോഗ് ഇടുവോന്ന് പോലും എനിക്കറിയാൻ പാടില്ല, കാരണം ഫോൺ അവിടെ അലൗഡ് അല്ല. ഇപ്പൊ പറയുന്നു അലൗഡ് ആണ്. ആഴ്ചയില് 3 ദിവസം 1 മണിക്കൂർ വെച്ചിട്ട് അലൗഡ് ആണെന്ന് പറയുന്നുണ്ട്. പറയില്ല എന്താവും അറിയില്ല. അപ്പൊ നല്ല ടെൻഷൻ ഉണ്ട്, കിടക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഒരു വ്ലോഗ് എടുക്കാം, എനിക്ക് ഭയങ്കര ഒരു മൂഡ് വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്ലോഗാണ്. ശരിക്കും എന്ത് പറയണം എന്നറിയില്ല, ബട്ട് ഒന്നും പാക്കിംഗ് ഒന്നും ആയിട്ടില്ല. ആൻഡ് ഇവിടെ റൂമിലാണെങ്കിലും എനിക്ക് വയ്യ, എന്റെ ഫ്രണ്ടിന് വയ്യ. പക്ഷെ വീട്ടിൽ വിളിക്കാനൊന്നും അങ്ങനെ പറ്റില്ല. ഇപ്പൊ ഫോൺ എടുക്കുകയാണെങ്കിൽ ഇറക്കി വിളിക്കാൻ പറ്റുമായിരിക്കും മേ ബി. അല്ലെങ്കിലും നമ്മൾ മറ്റേ മൂവീസിൽ കാണുന്ന പോലെ കോയിൻസ് ഇട്ടിട്ട് അങ്ങനെ വിളിക്കാൻ പറ്റും. അല്ലാതെ പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ നമുക്കൊരു ഫോൺ 1 മണിക്കൂറിന്റെ ആക്സസിബിൾ ആയിട്ടുള്ളൂ. അല്ലാത്ത ടൈമിലൊക്കെ മാമിലായിരിക്കും തോന്നുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പിന്നെ അവിടെ ചെല്ലി. ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് അറൌണ്ട് 3-4 hours I think, I don't know. എന്താ പറയാ, ഒരു മാസം ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചത് ഒരു മാസം ഫോണൊന്നും ഇല്ല അങ്ങനെ വിചാരിച്ചത്. ബട്ട് ഇപ്പൊ ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഫോൺ കിട്ടും. ഞങ്ങളാണ് ഫസ്റ്റ് ബാച്ച്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞങ്ങളാണ് ഫസ്റ്റ് ബാച്ച്. ഇതിനു മുന്നേ ഒരു ബാച്ചിനും അങ്ങനെ ഫോൺ അലൗഡ് ആയിരുന്നില്ല. ഞങ്ങൾക്കാണ് ഫസ്റ്റ് ബാച്ചിന്. ഞാൻ അങ്ങനെ കുറെ നാളൊന്നും അങ്ങനെ ഫോൺ ഇല്ലാതൊന്നും നിന്നിട്ടില്ല. ഫോൺ കൈ വന്ന സമയം മുതൽ എപ്പോഴും ഫോൺ ഉണ്ടാവും. എനിക്ക് വേറെ ഒന്നും എന്തില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. ബട്ട് ഒരു ഫോൺ ഇല്ലെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്, എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ എല്ലാ കാര്യവും ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്കില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നത് ഫോണാണ്. എന്റെ എല്ലാ കാര്യം അറിയാവുന്ന എന്റെ ഫോണിലാണ്. ആ ഫോണിനെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോ വിഷമമുണ്ടോ ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. ഞാൻ കൂടുതലും ഫോണിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടിരിക്കുക, അങ്ങനെ കൂടുതൽ ഫോണിലാണ് ഞാൻ. ഞാൻ പിന്നെയും പറയുന്നു, ഇതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഞാൻ അത് റെഡിയാണ്. എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഞാൻ റെഡിയാണ്. പക്ഷെ എങ്ങനെ ആകെ ഒരു മാസം ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ശരിക്കും ഒരു കഥയാട്ടോ ഓർക്കുന്നത്. കാരണം ഐ തിങ്ക് പ്ലസ് ടു ആണ്. പ്ലസ് ടുവില് ഞാൻ NSS ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലസ് ടുവിലാണല്ലോ അതിൽ ക്യാമ്പ് വരുന്നത്. എന്ന് വെച്ചാൽ പ്ലസ് ടുവിലല്ല, അത് പ്ലസ് ടുവിലാണോ? അതെ, പ്ലസ് ടുവിലാണ് അതിൻ്റെ ക്യാമ്പ്. അത് പ്ലസ് 1 കഴിഞ്ഞിട്ട് പ്ലസ് 2 കയറുന്ന ഒരു ടൈമിലാണ് ക്യാമ്പ് വരുന്നത്. ആൻഡ് ഒരു 7 ഡേയ്സോളം ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് ക്യാമ്പ്. നേരത്തെ പറഞ്ഞ് അതിന് മുന്നേ പറഞ്ഞിരുന്നത് ഞങ്ങൾ സ്കൂളിലല്ല, വേറെ സ്കൂളായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സ്കൂളിൽ തന്നെ ആക്കി. അപ്പോൾ 7 ദിവസം നമ്മൾ സ്കൂളിൽ പോയിട്ട് നിൽക്കണം, വീട്ടിലൊന്നും വരാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ പോയി നിൽക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ സാറും ടീച്ചേഴ്സൊക്കെ പറഞ്ഞത് ഇത് നിങ്ങളുടെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും, നിങ്ങൾ ഓർത്ത് വെക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും അതെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് മാത്രമൊക്കെ ഉണ്ടോ, സ്കൂളിലല്ലേ, എന്താണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാനിപ്പോൾ പറയുന്നു, എന്റെ പ്ലസ് 2 ലൈഫിൽ ഏറ്റവും ഓർത്ത് വെക്കുന്നത് ആ ഒരു 7 ഡേയ്സിന്റെ ക്യാമ്പാണ്. ഫ്രണ്ട്സിനൊക്കെ ഒപ്പം ശരിക്കും അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ കുറെ എക്സ്പീരിയൻസ് കിട്ടി. ഞങ്ങളിങ്ങനെ കുറെ ടീമൊക്കെ ആയിട്ട് ഓരോരോ ആക്ടിവിറ്റീസ്, ശരിക്കും നല്ല രസമായിരുന്നു. എനിക്കിപ്പോഴും ഓരോരോ മൊമെന്റ്സ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ആൻഡ് ഇപ്പോ ഈ ഒരു 1 മന്ത് പോസ്റ്റിംഗിന്റെ കാര്യം ഇവിടുത്തെ സാറ് പറയുന്നത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നു. മേ ബി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് ടെൻഷൻ ഉണ്ട്, വൈവ, ഫയലിന്റെ കാര്യം, പിന്നെ ഡ്യൂട്ടീസ്, നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. പിന്നെ നമ്മൾ താമസം അവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഫുഡിന്റെ കാര്യം സീനിയേഴ്സ് പറഞ്ഞതും ടീച്ചേഴ്സ് പറഞ്ഞതും അടിപൊളിയാണ്. ഇവിടുത്തെ ഹോസ്റ്റൽ ഫുഡ് പോലെയല്ല, അവിടുത്തെ ക്ലയൻസിന് കൊടുക്കുന്ന അതേ ഫുഡാണ് നമുക്ക് തരുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. ബട്ട് ഐ ഡോണ്ട് നോ. പിന്നെ ഞാനിപ്പോ എന്താ പറയാ, ഫിസിക്കലി ഓക്കെ അല്ലാത്തതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ട്. കാരണം ഇവിടെ നിന്ന് പെട്ടെന്ന് കുറച്ച് ക്ലൈമറ്റ് ചേഞ്ച് അങ്ങോട്ട് വരികയാണ്, ട്രാവലിംഗ് ആണ്. അപ്പോ കുറെ സാധനങ്ങൾ കയറ്റാൻ പറ്റത്തില്ല, കുറെ സാധനങ്ങൾ കയറ്റാൻ പറ്റും. അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് മാത്രമേ കയറ്റാൻ പറ്റും. ഞാൻ ഇതുവരെ ഡോക്ടറെ പോയി കണ്ടിട്ടില്ല. കാരണം ജലദോഷം ഫസ്റ്റ് എനിക്ക് തൊണ്ടവേദന ആയിരുന്ന ടൈമില് ഞാൻ ഗാർഗിളൊക്കെ ചെയ്ത് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ജലദോഷം വന്നു. ജലദോഷം എന്ന് പറയാൻ കൂടപ്പുറപ്പാണ്, എപ്പോഴും ജലദോഷം വരും. ഐ ഡോണ്ട് നോ അതെന്താണ്. അങ്ങനെ ഞാൻ മൂക്ക് ഇങ്ങനെ ഇതാക്കി അവിടുന്ന് മീൻസ് ബ്ലഡ് വരാറുണ്ട്. അങ്ങനെ ആണ് ഭയങ്കര ജലദോഷം എന്ന് പറഞ്ഞാൽ അത്ര എക്സ്ട്രീം ജലദോഷം എനിക്ക് വന്നിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ജലദോഷം മാറി. ആൻഡ് ഇപ്പൊ എനിക്ക് എന്തോ ഒരു സൗണ്ട് ഒക്കെ തിരിച്ചു വരുന്ന ആ ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. തിരിച്ചു വന്നിട്ടുണ്ടെന്ന് വെച്ചില്ല, ആ ഒരു പോയിന്റ് നിൽക്കുകയാണെങ്കിൽ വരണം. ആൻഡ് ഒരു ചുമയ്ക്കാൻ വരുന്ന ഒരു ഫീലാണ്. അതുകൊണ്ട് എനിക്ക് എഫക്റ്റീവ് ആയിട്ടൊരു കഫ് സിറപ്പ് ഉണ്ട്, നല്ല എഫക്റ്റീവ് ആണ് എനിക്കത്. ഞാനിപ്പോ അത് കഴിച്ചിട്ടിരിക്കുകയാണ്.
വേറെ മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ല. ആൻഡ് എനിക്ക് അപ്പൊ ആ ഒരു മെഡിസിൻ എനിക്ക് എടുക്കണം എന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. ബട്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. കാര്യം എനിക്ക് പീരിയഡ്സിന് എനിക്ക് നല്ല പെയിൻ ഉള്ള ഒരാളാണ്. നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ നല്ല പെയിൻ. എനിക്കതുകൊണ്ട് പീരിയഡ്സ് നോക്കുമ്പോഴേ പ്രോബ്ലം. എനിക്ക് പീരിയഡ്സ് ഇഷ്ടമുള്ള ഒരു സംഭവം. ഗേൾസ് അങ്ങനെ പറയാൻ പാടില്ലെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഞാൻ ജെന്യുവലി പറയുകയാണെങ്കിൽ പീരിയഡ്സ് എന്ന സംഭവമേ ഇഷ്ടമല്ല. ആ ടൈമിൽ വരുന്ന മൂഡ് സ്വിങ്സും വയറുവേദന ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ബട്ട് ഇഷ്ടമല്ല എന്ന് പണ്ട് കല്ല വേറെ വഴിയില്ല. ഒരു മിനിറ്റ് കേട്ടോ. പീരിയഡ്സിന്റെ കാര്യം പിന്നെ അപ്പൊ ഒരാൾ വിളിച്ചു. അപ്പൊ പീരിയഡ്സിന്റെ ടൈമിലുള്ള പെയിന് വേണ്ടിയിട്ട് ഞാൻ പീരിയഡ്സിന്റെ ടൈമിൽ ഞാൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉള്ള ടാബ്ലറ്റ് ഞാൻ എടുക്കുന്നത്. ബട്ട് എനിക്കറിയില്ലായിരുന്നു അത് ഈ ടൈമിൽ ആവശ്യം വരുന്നത്. പ്രിസ്ക്രിപ്ഷൻ ചെയ്യേണ്ട കീറി പറഞ്ഞ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. പ്രിസ്ക്രിപ്ഷൻ്റെ ഒരു ഫോട്ടോ ആ കീറി പറഞ്ഞ് നാശമായി. കാരണം എനിക്കറിയില്ല സൂക്ഷിച്ചു വെക്കുന്ന സാധനമാണ്. ഞാൻ ചുമ്മാ അത് ചുരുട്ടി മടക്കിയിട്ട് വെച്ചിരുന്നാണ്. എനിക്ക് തപ്പിയെടുത്തതാണിത്. അപ്പം അത് ആ കീറി പറഞ്ഞു പോയി. അപ്പം പിന്നെ അത് ഞാൻ എങ്ങനെ എടുക്കും എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ മെഡിസിൻ ഇല്ലാതെ സർവൈവ് ചെയ്യാനേ പറ്റത്തില്ല. സ്റ്റഡി അവർ ഉള്ളതായിരുന്നു. 2 ദിവസത്തിനും കൂടെ കഴിഞ്ഞ് ഞങ്ങൾ പോകുമല്ലോ എന്നൊരു സ്പെഷ്യൽ കൺസിഡറേഷനിൽ അവർ സ്റ്റഡി അവർ വേണ്ടാന്ന് പറഞ്ഞു ടീച്ചേഴ്സ്. അങ്ങനെ ഇന്നലെ ഇന്നൊന്നും ഫോൺ വെച്ചിട്ടില്ല. ഞാൻ ഇമോഷണലി ഒട്ടും ഓക്കെ അല്ല. എൻ്റെ മൈൻഡ് വേറെ എവിടെയോ ആണ്. എനിക്കറിയില്ല എന്താ പറ്റിയതെന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ആവുന്നു. ഐ ഡോണ്ട് നോ. ഇല്ല ഇതേത് വീഡിയോ കടുവംശി പോകുന്ന സങ്കടം പറയുന്ന കടുവംശി പോകുന്നതിന്റെ വിഷമം പറയുന്ന വീഡിയോ. എനിക്ക് തണുപ്പ് ഞാൻ ഇമോഷണലി ഒട്ടും ഓക്കെ അല്ല. എനിക്കറിയില്ല എന്താ പറ്റിയതെന്ന്. പെട്ടെന്ന് അങ്ങ് മൂഡ് ചേഞ്ച് ആവുന്നു. അപ്പൊ ഞാൻ എന്നെ തന്നെ ഓക്കെ ആക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇന്ന് ഇപ്പൊ രാത്രി തന്നെ ഈ വ്ലോഗ് എടുക്കുന്നത്. കുറച്ച് നേരം ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിചാരിച്ചിട്ട് എന്താ പറ്റുന്നതെന്ന് അറിയില്ല. പെട്ടെന്ന് അങ്ങോട്ട് ഐ ഡോണ്ട് നോ. ചിലപ്പോൾ പണ്ട് മുതലുണ്ട് എനിക്ക് എന്തായാലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്കത് ദേഷ്യം വരാൻ തുടങ്ങും. എനിക്കറിയില്ല. ഞാൻ എന്റെ ഉള്ളിൽ തന്നെ വെച്ചത് ടൈറ്റ് ആക്കുകയാണ്. ഐ ഡോണ്ട് നോ. ഐ തിങ്ക് നിങ്ങൾക്കത് കാണത്തില്ലായിരിക്കും. അവിടെ ഒരു റെയിൽവേ പാലം ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രെയിൻ പോകും. എന്ന് വെച്ചാൽ ഈ ഗുഡ്സ് ട്രെയിൻ ആ മോഡൽ ട്രെയിനാണ്. നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന ആ ട്രെയിനല്ല, ഗുഡ്സ് ട്രെയിൻ പോലത്തെ ട്രെയിനാണ്. അപ്പോൾ വന്ന ടൈമിൽ ശരിക്കും ഈ കഥ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ വെറുതെ ഇപ്പൊ തോന്നി അപ്പം അങ്ങ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളത് കേട്ടാൽ മതി. അപ്പോൾ ഞങ്ങൾ വരുന്ന ടൈമിൽ അപ്പോൾ ഈ കോളേജ് ഞാൻ കണ്ടിട്ടില്ല, ഒന്നും അറിയത്തില്ല. അപ്പോൾ കുറെ ഫ്രണ്ട്സ് ഇപ്പോൾ ആദ്യം വന്ന് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കോളേജിന് തൊട്ടപ്പുറത്തായിട്ടൊരു റെയിൽവേ ട്രാക്ക് ഉണ്ട്, എപ്പോഴും ട്രെയിൻ പോകും, നമുക്ക് ഉറങ്ങാനൊന്നും ശരിക്കും പറ്റത്തില്ല എന്ന്. അപ്പൊ ഞാൻ ഭയങ്കര സ്കേറി ആയിട്ട് ഞാൻ ഭയങ്കര പെട്ടെന്ന് പേടിച്ചു പോയി. പക്ഷെ എനിക്ക് ഉറക്കം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഇഷ്ടമല്ല ഈ ഉറങ്ങുന്ന ടൈമിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി അന്നോയിങ്ങും എനിക്ക് അങ്ങനെ ഇഷ്ടമേ അല്ലാത്ത ഒരാളാണ്. അപ്പൊ ആ ഒരു ടൈമില് കേട്ടപ്പോൾ ഞാൻ ഒരു പേടിച്ചു പോയി. ദൈവം ഇങ്ങനെ ഉറങ്ങും ഇങ്ങനെ. എന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത് ഇതുപോലെ ഒരു ട്രെയിൻ പാളമുണ്ട്. അപ്പൊ അവിടെ ശരിക്കും ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതെനിക്ക് ശരിക്കും അറിയാം എങ്ങനെയാണ് ആ ഒരു ഇതെന്ന്. അപ്പൊ ആ ഒരു മൈൻഡോട് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ലിറ്ററലി ഇവിടെ വന്ന ടൈമില് കുറച്ച് നാളത്തേക്ക് ട്രെയിൻ പോയിട്ടേ ഇല്ല. എന്താണെന്ന് എനിക്കറിയില്ല. ആൻഡ് ക്ലാസ് ഒക്കെ തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ കൂടെ ട്രെയിൻ പോകുന്നത് ഞാൻ കാണുന്നത്. അതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആൾക്കാരൊക്കെ ഉള്ള ട്രെയിൻ, ആൾക്കാരിടയ്ക്ക് ഇപ്പൊ കൈയൊക്കെ ഇങ്ങനെ വീശി കാണിക്കാതിരിക്കുന്ന. ബട്ട് ഞാൻ ഇന്ന് വരെ ഒരാൾ കയറിയിരുന്ന് പോകുന്ന എന്ന് വെച്ചാൽ ഒരാളെ കണ്ടിട്ടുണ്ടാവും. അത് ഈ എഞ്ചിൻ ഓപ്പറേറ്ററോ അങ്ങനെയാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരാൾ അല്ലാതെ ഗുഡ്സ് ട്രെയിൻ മോഡലുള്ള ട്രെയിൻ എന്ന് പറയാൻ പറ്റില്ല, ബോഗികൾ ഉണ്ടാവുന്നു. അതാണ് പോകുന്നത്. 1-2 ബോഗികള്. വല്ലപ്പോഴും 1-2 പ്രാവശ്യം മാത്രമാണ് ഞാൻ വലിയ നീളത്തിൽ ട്രെയിൻ തന്നെ കണ്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിൻ കാണുന്നത്. മീൻസ് എപ്പോഴും നമുക്കങ്ങനെ ആക്സസിബിൾ ആവാത്തത് കൊണ്ടായിരിക്കാം ട്രെയിനോട് അത്രയ്ക്കൊരു ഇഷ്ടം. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, എൻ്റെ കുറേ ഫ്രണ്ട്സിന് ഇഷ്ടമാണ്. ക്ലാസ് ടൈമിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിലൊക്കെ ഇതിൽ കൂടി ഇങ്ങനെ ട്രെയിൻ പോകും. ഞങ്ങൾ ക്ലാസ് ഇരുന്നാലും കാണാൻ പറ്റും, ഇത് നന്നായിട്ട് കാണാൻ പറ്റും ക്ലാസ് ഇരിക്കുമ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ പോകുമ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ട്രെയിൻ നോക്കിയിട്ടിരിക്കും. ഞങ്ങൾ മാത്രമല്ല, ടീച്ചേഴ്സ് വരെ അങ്ങനെയാണ്. ഞാൻ ചിന്തിക്കായിരുന്നു ഈ ട്രെയിനൊക്കെ നമ്മൾ എത്ര വളർന്നാലും ആ ഒരു എനിക്കറിയില്ല എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് നിങ്ങൾ കാണിക്കണമെന്നുണ്ടായിരുന്നു ആ ട്രെയിൻ പോകുന്നത്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടാനും വെച്ചേക്കാം. എൻ്റെ സാധാ ഫോൺ ആയതുകൊണ്ട് തന്നെ ട്രെയിൻ ഇപ്പോൾ പോയാലും
അങ്ങനെ സൂം ഒന്നും ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല, നൈറ്റ് ആയില്ലേ. പകലായിരുന്നെങ്കിൽ പിന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാമായിരുന്നു. ഇവിടെ നല്ല ക്ലാസ്സിൽ നിന്ന് നല്ല അസലായിട്ട് കാണാം. ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ നടക്കാനൊക്കെ ചുമ്മാ ക്ലാസ്സിലൂടെയൊക്കെ പോകും. അപ്പോൾ ഈ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ലാസ്റ്റ് ഫ്ലോറിലാണ്. താഴെയുള്ള ഫ്ലോറിലൊക്കെ വെറുതെ പോകുമ്പോൾ അറിയോ എന്റെ വോയിസ് മാത്രം ശരി പറഞ്ഞു. പോകാനൊട്ടും ഇഷ്ടമല്ല, കടവംശിൽ പോകാനൊട്ടും ഇഷ്ടമല്ല. കടവംശി പോവാൻ ഇഷ്ടമില്ല എന്നൊരാൾ പറയുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഐ എം നോട്ട് റെഡി ടു ഗോ ഫോർ പോസ്റ്റിംഗ്. ഇപ്പോഴും റെഡി ആയിട്ടില്ല. പാരന്റ്സിനെ വിളിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഹോം സിക്നെസ് ഉള്ള കുട്ടിയാണത്. ആൾ ഇന്ന് വീട്ടിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ എന്നിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴെ ക്ലാസ്സൊക്കെ പോയി വെറുതെ ഇങ്ങനെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ നിൽക്കും. ഒരു ടൈമിൽ ഇങ്ങനെ ട്രെയിനൊക്കെ പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഷൂട്ടൊക്കെ ചെയ്തതിന് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ എത്ര പേർക്ക് ആ ഒരു ഇഷ്ടമുണ്ട് എന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ വെറുതെ പെട്ടെന്ന് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ്, നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് അവർ കോളിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ച് ശേഷം ഞാൻ ഇങ്ങനെ സംസാരിച്ച് വിളിക്കുന്ന ടൈമിൽ ഇന്ന് ട്രെയിനിൽ പോയി. അപ്പോൾ ഞാനപ്പോൾ അതിനെ നോക്കിയിട്ടിരിക്കുക. കുറേ നേരത്തേക്ക് ഞാൻ കോൾ ശ്രദ്ധിക്കാതെ ട്രെയിൻ തന്നെ നോക്കിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ടൈം ഞാൻ വിചാരിച്ചു നിങ്ങളോട് അതൊന്ന് പറയാമെന്ന്. അതിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാക്കിങ്ങിന് കാണാം അല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. ഇപ്പോൾ ടൈം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ പാക്കൊന്നും. നാളെ ഈ ടൈമിൽ ഞങ്ങൾ അവിടെ ആയിരിക്കും. അയ്യോ ടെൻഷൻ ആവുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന യൂണിഫോം മാത്രം തേക്കാം. അവിടെ എന്തായാലും അയൺ ബോക്സ് അലൗഡ് അല്ല, യൂണിഫോം തേക്കാതെ പറ്റില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് യൂണിഫോം തേച്ചിട്ട് അതേപടി മടക്കി വയ്ക്കാം. പിന്നെ മോർണിംഗ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അവിടെ ചെന്നിട്ട് ഉടനെ തന്നെ യൂണിഫോം ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒന്ന് ഓറിയന്റേഷൻ ക്ലാസ് അങ്ങനെ എന്തോ കയറുന്നത്. അപ്പോൾ യൂണിഫോം ആദ്യം വെക്കാം, ബാക്കിയൊക്കെ ലാസ്റ്റ്. അങ്ങനെയൊന്ന് വിചാരിക്കുന്നത്. അപ്പം യൂണിഫോം തേക്കാം ഗൈസ്. യൂണിഫോം ഒക്കെ തേച്ചു മടുത്തു. ആൻഡ് ഞാൻ ഇങ്ങനത്തെ കുട്ടി കുട്ടി കവറിൽ ഓരോന്ന് നേറ്റിക്കിടുന്ന ഡ്രസ്സ്, പിന്നെ അല്ലാതെ ഇടുന്ന ഡ്രസ്സ്, യൂണിഫോം, പിന്നെ കുളിക്കുന്ന ഷാമ്പൂ, കണ്ടീഷണർ സംഭവങ്ങൾ, അങ്ങനെ ഓരോരോ കൂട്ടിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി അതൊക്കെ ബാഗിൽ എടുത്ത് വെക്കുന്നത് വലിയൊരു പണിയാണ്. ഇങ്ങനെ വെക്കുന്ന കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ട് 1 മാസം നിൽക്കണ്ട. വലിച്ചു വാരിടുന്നതിനൊക്കെ നല്ലത് ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോ ഇതൊന്ന് ബാഗിൽ വെക്കട്ടെ. ഞാൻ ഇങ്ങനത്തെ ഷാമ്പൂ കണ്ടീഷണറായിട്ട് എടുത്തത്. ഇത് എത്രയോ 5 രൂപയാണ്. ഇത് ഒരെണ്ണത്തിന് 5 രൂപയാന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ മേടിച്ചിട്ട് വന്നാൽ ഇതാകുമ്പോൾ സ്പേസ് ലാഭിക്കാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. ഗൈസ് ഭയങ്കര ടെൻഷനാ. എല്ലാം എടുത്തോന്നാണ് സംശയം. ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു, ഇന്നേഴ്സ് എടുത്ത് വെച്ചു, തോർത്തെടുത്ത് വെക്കണം, പിന്നെ മരുന്നെടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കയറി പറഞ്ഞ ഒരു മിനിറ്റ്, ഇതൊരു പീസ് പറഞ്ഞു പോകുന്നത് ഇങ്ങനെ മടങ്ങി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വിചാരിക്കുന്നത് മറ്റേപാട് ഇങ്ങനെ ഒന്ന് ഒരു പേപ്പറിൽ ഇങ്ങനെ ഒട്ടിക്കാന്നത് പറ്റുമോ അറിയത്തില്ല. അപ്പോൾ ഈ പ്രിസ്ക്രിപ്ഷൻ എടുക്കണം, ഇത് മറക്കരുത്. പിന്നെ സോപ്പ് എടുത്തിട്ടുണ്ട്, പേസ്റ്റ്, ബ്രഷ് നാളെ രാവിലെ പല്ല് തേച്ചിട്ട് അതെടുത്ത് വെക്കാം. പിന്നെ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്, അലക്ക് സോപ്പ്, ഉരയ്ക്കുന്ന സാധനം, ഫേസ് വാഷ്, ഷാമ്പൂ, കണ്ടീഷണർ. കുളിക്കുമ്പോ പിന്നെ ഇത്രയും പോരെ, ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വേണോ? ഒരു ട്രാവലർ ബാഗും പിന്നെ സ്കൂൾ ബാഗും കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത്. ഇതാ ട്രാവലർ ബാഗ്. സ്കൂൾ ബാഗില് ബുക്ക്, ഫയല്, അങ്ങനത്തെ യൂണിഫോം സ്കൂൾ ബാഗിൽ വെച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം അതല്ല ആദ്യം എടുക്കുന്നത്, അറിയില്ല. ഭയങ്കര ടെൻഷൻ ആവുന്നു, എനിക്ക് പേടിയാവുന്നയോ. എനിക്ക് പേടിയായിട്ട് എനിക്ക് എന്തൊക്കെ എടുക്കേണ്ടെന്ന് ഓർമ്മ വരുന്നില്ല. സ്വെറ്റർ എടുക്കണം, അതിപ്പോഴും ഓർത്താൻ പോയി എടുക്കട്ടെ കേട്ടോ. എന്തൊക്കെ വേണം എന്നുള്ളതിന്റെ ഒരു കുഞ്ഞു ലിസ്റ്റൊക്കെ ഞാൻ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. എന്തൊക്കെ ബാഗിലെടുത്ത് വെച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് പോകാന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുന്ന കുറച്ചുകൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ് അങ്ങനെ ഒരുവിധം പാക്ക് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോഴെ ഓർത്തത് നാളെ ഇടുന്ന ഡ്രസ്സ് ഇതാ ഇവിടെ ഒരു ടോപ്പും സ്റ്റോളും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പാന്റ് ഞാൻ അറിയാതെ മടക്കി കൂട്ടി വെച്ചു. ഇനിയിപ്പോ മൊത്തം പുറത്തിറക്കണം. കുഴപ്പമില്ല, ഞാൻ കവറിൽ വെച്ചിരിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ ഏറ്റവും ലാസ്റ്റ് ഞാൻ വെച്ചിരിക്കുന്നത് എന്താ ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെ ഒരുവിധം പാക്ക് ആക്കിയിട്ടുണ്ട്. ഇനി എന്റെ ഒരു പേടി എന്ന് പറയുന്നത് എന്നാലും മറന്നിട്ടുണ്ടോ എന്നുള്ളത്. എന്തെങ്കിലും കുറച്ച് ഡ്രസ്സ് മറന്നാലും യൂണിഫോമും ID കാർഡും മറക്കാതിരുന്നാൽ മതിയായിരുന്നു. അതില്ലെങ്കിൽ കേറ്റില്ല അവിടെ. ശരിക്കും ഇത് പാക്ക് ചെയ്ത് വെച്ചതായിരുന്നു, ഞാൻ പുറത്തെടുത്തു ചായ കുടിക്കാൻ. അവിടെ ചായ ഉണ്ടാവും. ഇത്ര വലിയ ഗ്ലാസ് അലൗഡ് അല്ലാന്നാ പറഞ്ഞത്, പക്ഷെ അറിയില്ല.
അവിടെ ശരിക്കും പറഞ്ഞാൽ ഇത്രയോടെ ഗ്ലാസ് അലൗഡ് അല്ല പറഞ്ഞു. ചെറിയ അളവിൽ മാത്രമേ ഇവിടെ ചായ കിട്ടുന്ന പറഞ്ഞത്. ബട്ട് അറിയില്ല, ഈ ഗ്ലാസ് എടുത്തിട്ടുണ്ട്, തന്നില്ലെങ്കിൽ കുറച്ച് ചായ ഇങ്ങനെ കിട്ടുമായിരിക്കും, ചോദിച്ചു നോക്കാം. ഇനി പുതിയ ഗ്ലാസ് ഒന്നും അതിനെടുക്കാൻ വയ്യ. ശരിക്കും ഞാൻ പാക്ക് ചെയ്ത് വെച്ചതാ, പിന്നെ പുറത്തെടുത്തു. ഇനി പിന്നെ ഓർത്തത് വൈകുന്നേരം ചായ കുടിക്കണമല്ലോ, പ്ലേറ്റ് വരെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി ചോറിന് വേറെ പ്ലേറ്റ് തപ്പേണ്ടി വരും. കുഴപ്പമില്ല, അത് എടുത്തിട്ട് ഉണക്കിയിട്ട് ഒന്നുകൂടെ വയ്ക്കാം. അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ളതാട്ടോ. അതുകൊണ്ട് 2-3 നോട്ട്ബുക്കൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ക്ലാസ്സുകൾ മാത്രമല്ല, വൈവേ അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. MHന്റെ വൈവേ ആട്ടോ ഉള്ളത്. ഇതൊക്കെ ഞങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട വൈവയാ. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഗൈസ്, അങ്ങനെ ഫൈനൽ മീറ്റിംഗ് കഴിഞ്ഞു. ഒരു 20 മിനിറ്റ്സിൽ ഞങ്ങൾക്ക് ബസ് എത്തുന്ന പറഞ്ഞത്. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇപ്പോൾ പാക്ക് ചെയ്തത് അവിടെ കയറ്റി വെക്കുക. മോർണിംഗ് ഞങ്ങൾ മാത്രമായിട്ട് ഇറങ്ങി പോവുക, കാരണം അല്ലെങ്കിൽ പിന്നെ മൊത്തം മെസ്സായാലോ. മോർണിംഗ് 5 o'clock ആകുമ്പോൾ എന്തായാലും ബസ് വരും. ഞങ്ങൾ അപ്പത്തേക്കും തല്ലിപ്പടിച്ച് റെഡിയായി. പാക്ക് ചെയ്ത സാധനങ്ങൾ നല്ല വെയിറ്റ് ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ നിന്ന് ഇറക്കി അവിടെ വരെ കുറച്ച് റഷ് ആയിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ കയറ്റിക്കോളാം. ബസ് ഇതുവരെ വന്നിട്ടില്ല, 20 മിനിറ്റ്സ് ഇതൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾക്ക് ഫൈനലായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മാം കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പേടിയായിട്ട് പള്ള സത്യമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നല്ല പേടിയുണ്ട്. ലാസ്റ്റ് മിനിറ്റ് ക്ലീനിങ് ആണോ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ ബസ് ഇതാ താഴെ എത്തിയിട്ടുണ്ടെന്നാട്ടോ ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പൊ നമുക്ക് ലഗേജ് ഒക്കെ താഴെ എത്തിക്കാം. ലഗേജ് താഴെ എത്തിക്കാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് ഒക്കെ നമുക്ക് ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ നാളെ ബാംഗ്ലൂർ പോകാൻ പോകുന്ന ബസ്. ട്രോളിയൊക്കെ ബസിന്റെ ബാക്കിലും ബാക്കി ബാഗുകൾ, അതായത് ട്രാവലർ ബാഗ് ഒക്കെ ബസിന്റെ സൈഡിലും ആയിട്ട് വെക്കാന്നാട്ടോ തീരുമാനിച്ചത്. കുറച്ച് ബാഗൊക്കെ ബസിന്റെ മുകളിലായിട്ടും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ബസ്സിന് അത്ര വലിയ സൗകര്യം ഇല്ല, പിന്നെ ഉള്ളതുപോലെ ഒക്കെ വെച്ചിട്ടുണ്ട്. ലിഫ്റ്റില് പോകാവോന്ന് അറിയാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ലിഫ്റ്റില് പോകുന്നു. ആരൊക്കെ ഓടി വരുന്നുണ്ട്. Guys, this is 4:30 and ready on time. Just face wash ചെയ്തു, ബ്രഷ് ചെയ്തു. നല്ല തണുപ്പുണ്ട് പുറത്ത്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ അവനും എല്ലാ കാറ്റിലൊന്നും അടച്ചിട്ടു. ആൻഡ് 5 മണി ഞാൻ പറയണം റെഡിയാണ് നമുക്ക്. പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനേ. കറക്റ്റ് ടൈമിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ആസ് യൂഷ്വൽ ഇവരെല്ലാവരും താമസിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് അല്ല, ഈ ബസ്സുകാര് അവരുടെ ഡ്രൈവേഴ്സ് ഒക്കെയാ താമസിച്ചു വന്നത്. 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു കേട്ടോ. അയ്യോ, എനിക്ക് വേണ്ട, ഒരു ദിവസമെങ്കിലും നല്ല ഫുഡ് അവിടെ കഴിക്കാന്ന് വിചാരിച്ച അപ്പോഴും ഇഷ്ടമല്ല ഉപ്മാവ്. ഞാൻ പ്ലേറ്റും കപ്പും കൂടെ എന്റെ ബാഗിൽ ഒരു സ്ഥലത്താണ് വെച്ചത്, എനിക്ക് ഓർമ്മയുണ്ട്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബസ് എടുക്കാൻ പോവാട്ടോ. എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, ഭഗവാനോട് എല്ലാം നന്നായിട്ട് വരുത്താൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. എന്തായാലും ലേറ്റ് ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വഴിയോരത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തിരിക്കുവാണ്. ഏതായാലും ഏകദേശം ഞങ്ങൾ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് ആ ഹോസ്പിറ്റലിനാണ് കേട്ടത്. ഞങ്ങൾ പോകുന്ന ഈ ടൈം എന്ന് പറയുന്നത് ബ്ലോസത്തിന്റെ സീസൺ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വഴിയരിക്ക് മൊത്തം നോക്കുമായിരുന്നു എവിടാ ഈ സംഭവം നിൽക്കുന്നത്. ഞങ്ങൾ എത്തിട്ടോ. ഇനി ഫോൺ ഇവിടെ അലൗഡ് അല്ല.
നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാസത്തിന് ശേഷമുള്ള വീഡിയോ ആട്ടോ. ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ എന്റെ ഫോൺ ഒന്നും മര്യാദയ്ക്ക് ഉപയോഗിക്കുന്നത്. ഫോൺ കിട്ടിയ അപ്പൊ തന്നെ ഹലോ ഗായ്സ് ദാ ഞാൻ തിരിച്ചെത്തി അങ്ങനെയൊക്കെ പറഞ്ഞ് വ്ലോഗ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് സാധിച്ചില്ല. എന്റെ ഫോൺ അപ്പത്തേക്കും സ്വിച്ച് ഓഫ് ആയിരുന്നു കേട്ടോ. പിന്നെ എന്റെ ഫ്രണ്ട് അതിൽ പവർ ബാങ്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവനോട് ഞാൻ കുറച്ച് ചാർജ് കടം മേടിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ വീഡിയോസ് എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. എന്റെ ഫോണിൽ ആകെ 13% മാത്രമാണ് ചാർജ്. പിന്നെ ഇന്ന് ഇപ്പൊ തിരിച്ച് ഹോസ്റ്റലിൽ പോയി അവിടെ നിന്ന് ഉടനെ തന്നെ വീട്ടിട്ട് പോവാട്ടോ. വൈകിട്ടാണ് ഞങ്ങൾക്ക് ബസ്. എല്ലാവരും ശരിക്കും ഒരു മാസം അവിടെ നിന്ന് ആകെ മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ആ ടൈമിലാണ് LPGയുടെ ഇഷ്യൂ വന്നത്. അതുകൊണ്ട് ഫുഡൊന്നും പ്രോപ്പർ ആയിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോകുന്നത് ഹാപ്പിനെസ്സിലാട്ടോ ഉള്ളത്. അങ്ങനെ തന്നെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടോ. തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കാറുകൾ തന്നെ യൂസ് ചെയ്യണം. കാരണം അവർ ലിഫ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ലഗേജ് ഒക്കെ റീപാക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഉടനെ തന്നെ ഇറങ്ങിയിട്ടോ. ഇപ്പൊ തന്നെ ടൈം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ബസ് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ്. ഇത്രയും ടൈമായിട്ട് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല കേട്ടോ. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ നിന്ന് കയറിയതാണ്. പിന്നെ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഞ്ച് കഴിക്കണം. നന്നായിട്ട് വിശക്കുന്നുണ്ട്. വിശപ്പ് കെടുക എന്ന് പറയുന്ന ഒരു സ്റ്റേജില്ലേ, അതിലാട്ടോ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ LPGയുടെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് എല്ലാ ഹോട്ടലുകളൊന്നും വർക്കിംഗ് അല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ തുറന്നിട്ടില്ല. ഞങ്ങൾ കണ്ടൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഒന്ന് വയറ് നിറഞ്ഞപ്പോഴാണ് മര്യാദയ്ക്കൊന്ന് ജീവൻ വെച്ചത്. ഇത്രയും നേരം ക്യാമറ നോക്കി ഞാൻ ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചതെങ്കിലും ജീവനില്ലായിരുന്നേ. എന്റെ ഒരു മാസത്തെ എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾ ഇനി കണ്ടിട്ട് വാ. ഹലോ ഗായ്സ്, അപ്പോൾ ഫോൺ കിട്ടിയ ഉടനെ അലറി കൂവി 1 month നോ ഫോൺ ചലഞ്ച് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയെന്നൊക്കെ എനിക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വീട്ടിലാണ്. ഫോൺ കിട്ടിയ ആ ടൈമിൽ എൻ്റെ ഫോണിൽ ഒരു തുള്ളി ചാർജില്ലായിരുന്നു. മൊത്തം സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാലോ, ഞാൻ കഷ്ടപ്പെട്ടിട്ട് ബസ്സിൽ കയറി ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഫോൺ തന്നത്. അവിടെ വെച്ചിട്ട് ഒന്നും ഫോൺ തന്നില്ല. കാരണം വീഡിയോയും ഫോട്ടോ ഒക്കെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു അവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ടൈമിൽ ഒന്നും ഫോൺ തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബസ്സിൽ കയറി ഇരുന്നതിന് ശേഷമാണ് ഫോൺ തന്നത്. ഫോൺ തന്നപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൻ്റെ ഒരു പവർ ബാങ്ക് ഉള്ളതുകൊണ്ട് അവൻ എനിക്ക് പവർ ബാങ്ക് കുറച്ച് നേരം തന്ന് ഞാനൊരു 10-15% ആക്കിയിട്ട് കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും അല്ല, ഇച്ചിരി. പിന്നെ കറക്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 3-3.5 മണിക്കൂറാണ് ഞങ്ങളുടെ മൈസൂരിട്ടുള്ളത്. ഫോൺ കിട്ടി, ഞാൻ ചാർജാക്കി കുറച്ച് വീഡിയോ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഫോൺ ഞാൻ അതേപോലെ എടുത്ത് വെച്ചു കേട്ടോ. കാരണം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ബസ് ബുക്ക് ചെയ്ത് പോരുകയാണ് ചെയ്തത്. പിന്നെ അവിടെ ഹോസ്റ്റലിൽ അങ്ങനെ നിന്നൊന്നുമില്ല. കടവംസിൽ നിന്നപ്പോൾ ഞാൻ ഫുൾ ടൈം വിചാരിച്ചുകൊണ്ടിരുന്നതാണ് എന്തായാലും കടവംസിൽ എക്സ്പീരിയൻസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണം. എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങൾ, എങ്ങനെയായിരുന്നു അവിടെ ഞങ്ങൾ ഒരു മാസം ഫോണില്ലാതെ കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്, എല്ലാം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു ഫുൾ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിന് മുന്നേ കണ്ട പ്രിപ്പറേഷൻസും സംഭവങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കറക്റ്റ് ഒരു മാസം ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എന്താണെന്ന് ഒന്നും എനിക്കറിയാം. ഞാൻ കറക്റ്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. എൻ്റെ തലയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പാക്ക് ചെയ്യുന്നതും സംഭവങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചതൊക്കെ എനിക്ക് കുറച്ച് ഓർമ്മയുണ്ടെങ്കിലും ബാക്കിയൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ബാക്കി ആരുടെയും കാര്യം എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ 1 month കടവംസ് എന്ന് പറയുന്നത്. പോകുന്ന ടൈമിൽ ഇപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളതായാലും അവിടെയുള്ള മൊത്തത്തിൽ സീനിയേഴ്സ് പറഞ്ഞിട്ടുള്ളതായാലും ഞങ്ങൾ അവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ എന്തായാലും നല്ല പേടിച്ചിട്ട് തന്നെയാണ് കടവംസിട്ട് പോയിട്ടുള്ളത്. ബിക്കോസ് 1 month ഫോണില്ല, അവിടെ അവരുടെ റെസിഡൻസിനൊപ്പം നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പോൾ ഭയങ്കര നല്ല പേടിയായിട്ടാണ് ഞാൻ എന്തായാലും അങ്ങോട്ട് പോയത്. പക്ഷേ അവിടെ ചെന്നൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇങ്ങനെയൊന്നുമല്ല. റെസിഡൻസ് എന്ന് പറഞ്ഞാലും അവർ നമ്മളെപ്പോലെ തന്നെയാണ്. നമ്മളെപ്പോലെ എന്നല്ല, അവർക്ക് നമ്മൾ ഒരു ഞാൻ സിനിമയിൽ കാണുന്ന വലിയ മതിൽ, പിന്നെ ഈ സിനിമയിൽ കാണുന്ന പോലെ ഇങ്ങനെ പെട്ടെന്ന് ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടൊക്കെ ഓടുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവർ നമ്മളെപ്പോലെ തന്നെ കാണാനായാലും എല്ലാം നമ്മളെപ്പോലെ തന്നെ ഉള്ളതാണ്. ഒറ്റ ഇതുമില്ല. ചിലവർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, കാരണം അവർ ആ സിംറ്റംസ് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർക്ക് എന്തോ ഒരു പ്രശ്നം ഉള്ളതാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ബാക്കി കുറേ പേരും അവിടെ ഉള്ള മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ നമ്മളോടും വളരെ മര്യാദയ്ക്ക് സംസാരിക്കുന്നു. നമ്മളെയൊക്കെ അറിവും എല്ലാം ഉള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. സോ അവരോടൊക്കെ നമ്മൾ ഓരോന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി ഇവരൊക്കെ ഒരു കുഴപ്പമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം, ഒരു പ്രശ്നവും ഇല്ല. പിന്നെ കൗൺസിലേഴ്സിൻ്റെ കാര്യം, ഞങ്ങൾക്ക് കിട്ടിയ കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പോൾ കൗൺസിലേഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര വലിയ എന്തൊക്കെയോ ആയിട്ട് ചിന്തിച്ചു. പക്ഷെ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രശ്നമില്ല. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരുന്നുണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. ആ ഒരാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആ ഒരാഴ്ച പോയില്ല, ഇങ്ങനെ ഇഴഞ്ഞു പോകാമെന്ന് പറയാം. നമുക്ക് ഓരോ മിനിറ്റ് നമുക്കിങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ ഭയങ്കര സഫോക്കേഷനായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്, ഫോൺ കിട്ടാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഒരു 1 വീക്കിന് ശേഷം പിന്നെ എല്ലാം സ്പീഡിലാണ് പോയത്. പിന്നെ ഞങ്ങൾക്ക് അസൈൻമെൻറ്റ് വന്നു, വൈവ പറയാൻ പറഞ്ഞു വന്നു, അങ്ങനെ എല്ലാം കൂടി ആയിട്ട് റിക്വയർമെൻറ്റ്സ് എല്ലാം എഴുതി തീർത്ത്. അപ്പോൾ ആ എഴുതി തീർക്കാനുള്ള ആ ഒരു ഇതിലും മൊത്തത്തിൽ പിന്നെയുള്ള ആഴ്ചകൾ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് പോയത്. മൊത്തത്തിൽ നമുക്ക് 4 സ്ഥലമാണ് അവിടെ ഡ്യൂട്ടിക്കുള്ളതെന്നാണ് എൻ്റെ ഒരു ഇത്.
ഇതിന് മുന്നേ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റിങ്ങിന് ഓരോരോ സ്ഥലത്തായിട്ടാണ് ഇടുന്നത്. പക്ഷെ ഞങ്ങൾ വന്ന ഈ ബാച്ചിൽ ഇപ്പോൾ നമുക്കൊരു സ്ഥലത്ത് ഡ്യൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആ 1 മന്ത് ഫുള്ള് ആ ഒരൊറ്റ സ്ഥലത്ത് നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഞങ്ങൾ താമസിക്കുന്ന അതേ സ്ഥലത്ത് ആ ഒരു ഏരിയയിലാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി കിട്ടിയിരുന്നത്. അത് ഞങ്ങൾ അവിടെ ആ ഗേറ്റിനപ്പുറത്തേക്ക് വെളിയിൽ പോകുന്നത് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി കിട്ടുമ്പോൾ മാത്രമായിരുന്നു ഞങ്ങൾ വെളിയിൽ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞങ്ങൾ നിൽക്കുന്ന ആ സ്ഥലമായിരുന്നു ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഏരിയാസ് ഒരു 4-5 ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ ഏറ്റവും ഹൈ എക്സ്പെൻസീവ് മുതൽ താഴേക്കുള്ളതായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഡ്യൂട്ടി കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം എല്ലാം ഒന്ന് ചുറ്റി കാണാൻ പോയി. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയപ്പോൾ തന്നെ നല്ല രസമായിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നടക്കാനായാലും ഫ്രഷ് എയർ ഇതാക്കാനായാലും ഒക്കെ ഭയങ്കര നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സംഭവങ്ങളായിരുന്നു ഞങ്ങൾ ആദ്യം കണ്ടത്. പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും അഫോർഡബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കണം അത്രയും ഒരു ഇതിലായിരിക്കുമല്ലോ അവിടുത്തെ സെറ്റപ്പ് എല്ലാം ഉള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതും നമ്മുടെ താമസം, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം അവിടെയുള്ള ഒരു എന്താ പറയുക ഒരു ബിൽഡിങ്ങിലാണ് ഇതാക്കിയിട്ടുള്ളത്. അവിടെ തന്നെയാണ് അവിടുത്തെ കുറച്ച് റെസിഡൻസ് താമസിക്കുന്നത്. പിന്നെ ഞങ്ങളും ഡ്യൂട്ടി ചെയ്തിരുന്ന കറക്റ്റ് അവിടെ തന്നെയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് ഏറ്റവും സുഖം എന്നുള്ളത്. കാരണം അവിടെ ഒരുപാട് കൗൺസിലേഴ്സില്ല. ആകെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് 2 കൗൺസിലേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുത്തെ കുറച്ച് റെസിഡൻസ് ഞങ്ങൾക്ക് തൊട്ട് മേളിൽ ഹോസ്റ്റൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം മൊത്തത്തിൽ ഞങ്ങൾ 5-6 കോളേജെങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കോളേജ് ഉള്ളതിൻ്റെ ഒരു ഹെക്ടിക് ഉണ്ടായിരുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ. ഭയങ്കര ഞങ്ങൾ വന്ന ദിവസം വന്ന ആ ഒരു കുറച്ച് ടൈമിൽ കുഴപ്പമുണ്ടായിരുന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോ കോളേജായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത്രയും പേരുണ്ടല്ലോ, അപ്പോൾ ഭയങ്കര റഷായിരിക്കും. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലാതെ കൗൺസിലേഴ്സ് ആകെ 2 പേരേ ഉള്ളൂ. അവർ ഭയങ്കര ജോളി വൈബ് സംഭവം, ഒറ്റ പ്രശ്നമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ഫ്രണ്ട്സിനെ പോലെ നമുക്ക് എന്ത് സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലായിരുന്നു കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നത്. പിന്നെ തൊട്ട് അപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ എന്ന് വെച്ചാൽ ഹൈ എക്സ്പെൻസീവ് അങ്ങോട്ട് ഹൈ ക്ലാസ് ആൾക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് കൗൺസിലേഴ്സ് ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല, ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റത്തില്ല. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ റൂളുകളും സംഭവങ്ങളൊക്കെ അവിടെയാണ് കുറച്ചും കൂടെ കൂടുതൽ. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ 6-7 പേരാണ് ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഡ്യൂട്ടി ചെയ്തിരുന്നത്. ബാക്കി എല്ലാവരും തന്നെ അപ്പുറത്തേക്കാണ് ഡ്യൂട്ടിക്ക് പോയിരുന്നത്. അപ്പോൾ അവർ വന്ന് പറയുന്നത് അവിടെ ഒന്നിനും ഒരു രസമില്ല എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പേടിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായാലും എല്ലാറ്റിനും എപ്പോഴും കൗൺസിലേഴ്സ് വന്ന് നോക്കും, അന്വേഷിക്കും. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 1 മന്ത് മൊത്തം ഡ്യൂട്ടി ചെയ്തിരുന്ന ആ സ്ഥലം അടിപൊളിയായിരുന്നു. അഫോർഡബിൾ ആയിട്ടുള്ള ആ ഒരു സ്ഥലം അടിപൊളിയായിരുന്നു, ഒരു പ്രശ്നമില്ല. ഡ്യൂട്ടിക്ക് ആദ്യം കിട്ടിയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നെങ്കിലും പിന്നെ മനസ്സിലായി ഈ സ്ഥലമാണ് അടിപൊളിയെന്ന്. പിന്നെ നമുക്ക് ബോറടിക്കും എന്ന് വെച്ചാൽ ഒരു കുറച്ച് കുഞ്ഞു സ്ഥലമാണ്. ഞാൻ പറഞ്ഞ ആ സ്ഥലം കുഞ്ഞു സ്ഥലമാണ്. മെസ്സ്, ഞങ്ങളുടെ ബിൽഡിങ്, പിന്നെ റെസിഡൻസ് കുറച്ച് പേര് നടക്കുന്നു, ഒരു കുഞ്ഞു ഗ്രൗണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ബോറടിക്കും. പക്ഷേ എല്ലാ റെസിഡൻസുമായിട്ട് കമ്പനി ആയതിനു ശേഷം ഞങ്ങൾ എല്ലാവരും പോയി സംസാരിക്കും, ഗെയിംസ് കളിക്കും. അങ്ങനെ പിന്നെ റിക്വയർമെന്റ്സ് ഒക്കെ തന്ന സമയത്ത് നമ്മൾ അവിടെ തന്നെ അതിരുന്ന് എഴുതും. പിന്നെ കൗൺസിലേഴ്സിനോട് സംസാരിക്കും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം തന്നെ വന്ന 2-3 ദിവസം നമുക്ക് റെസിഡൻസിനോട് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. എന്ന് വെച്ചാൽ അവർ നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ, എന്തായിരിക്കും സംഭവം, അങ്ങനെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഓരോരുത്തരോട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ മനസ്സിലായി ഒരു കുഴപ്പമില്ല, നമുക്ക് ഓരോരുത്തരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ഇവർക്കൊക്കെ എന്താ പ്രശ്നം, എങ്ങനെ ഇവിടെ വന്നത്, അപ്പോൾ നമ്മൾ കൗൺസിലേഴ്സിനോട് പോയി ചോദിക്കും. പിന്നെ ഫയൽ വായിച്ചൊക്കെ നോക്കും, നമുക്ക് മനസ്സിലാവും ഇവർക്കൊക്കെ എന്തൊക്കെ സിംറ്റംസ് ഉണ്ട്, എന്താണ് അസുഖം, എത്ര നാളായി വന്നിട്ട്, അങ്ങനെ എല്ലാ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത്രേ ഉള്ളൂ. നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ അവരോട് നിന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരുപാട് ചോദിക്കാതിരുന്നാൽ മതി, ദാറ്റ്സ് ഇറ്റ്. ഞങ്ങൾക്ക് അവിടെ ഏറ്റവും പ്രശ്നമായിരുന്നു ഇതൊന്നുമല്ല. ഞങ്ങളോട് കോളേജിൽ നിന്ന് എല്ലാവരും പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ഫുഡ് അടിപൊളിയായിരിക്കും, ഒരു കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ അത് അടപടലം തെറ്റായിരുന്നു എന്ന് അവിടെ ചെന്ന് 2-3 ദിവസം മനസ്സിലായി. ഞങ്ങൾക്ക് ഫുഡ് മോശമായതല്ല പ്രശ്നം. ചില ദിവസങ്ങളിൽ ചില ടൈമിൽ ഞങ്ങൾക്ക് ഫുഡ് കിട്ടാതെ വന്നിട്ടുണ്ട്. അതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഞങ്ങൾ അവിടെ വന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ LPG ഇഷ്യൂ വന്നു. പിന്നെ ഞങ്ങൾക്ക് അപ്പോൾ ഫുഡ് മോശപ്പെട്ട ഫുഡായാലും കുറച്ച് സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് LPG ഇഷ്യൂ വന്നപ്പോൾ ഞങ്ങൾക്ക് ചായ കട്ടായി, ഞങ്ങൾക്ക് ചപ്പാത്തി കട്ടായി, പിന്നെ ഫുഡേ ഉണ്ടായിരുന്നില്ല. 3 മണിക്ക് മറ്റേ ഫുഡ് കഴിച്ച ടൈമുണ്ട്. ഞങ്ങളോട് സീനിയേഴ്സും ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അടിപൊളി ഫുഡാണ്, കോളേജിൻ്റെ ഫുഡ് ദാ ഇവിടെ, കടുംബംസിൻ്റെ ഫുഡ് ദാ ഇവിടെ, ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 60% ഫുഡും നല്ലത് തന്നെയായിരുന്നു, നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. പക്ഷേ ആ ഫുഡ് കിട്ടണമെങ്കിൽ ഗേൾസിന് 1 മണിക്കൂർ 1.5 മണിക്കൂർ ക്യൂവിൽ നിന്നാലേ ആ ഫുഡ് കിട്ടൂ. അത് നമുക്ക് സഹിക്കാം, നല്ലൊരു ഫുഡ് കിട്ടാൻ വേണ്ടിയാണോ നമുക്ക് ക്യൂവിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കാം. പക്ഷേ ചില ടൈമിൽ ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, ഫുഡ് തികയില്ല. എന്ന് വെച്ചാൽ റെസിഡൻസ് കഴിക്കും, അവരുടെ ഒപ്പം ഇരുന്ന് ബോയ്സിനും കഴിക്കാം, അത് അല്ലെങ്കിൽ അവർ പോയി കഴിഞ്ഞ് ബോയ്സിനും കഴിക്കാം. ഇത് 2 പേരും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗേൾസിൻ്റെ സെക്ഷനിട്ട് വരുമ്പോൾ ഫുഡ് തീരും. അവരത്ര ക്വാണ്ടിറ്റിയിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 5-6 കോളേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫുഡ് തീർന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഫുഡിൻ്റെ പാത്രം എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുക, കാലി പാത്രം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി ഇല്ല, ഞങ്ങൾക്ക് പിന്നെ തട്ടിക്കൂട്ടുന്നതിൽ ഫുഡൊക്കെയാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മുടെ കേരള റൈസ് ഇല്ലാന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം, അയ്യോ കേരള റൈസ് ഇല്ല, എങ്ങനെ ഇവിടുത്തെ കർണാടക റൈസ് കഴിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കർണാടക റൈസ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ കറി, ആ ചോറും ചപ്പാത്തിയും എല്ലാം കൂടി ആയിട്ട് അവരുടെ കറി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജിൽ കറിക്ക് സത്യം പറഞ്ഞാൽ വെള്ളം മാത്രമാണ് അവർ തരുന്നത്. അങ്ങനെ ഗ്രേവി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നല്ല അസൽ ഗ്രേവി, അല്ലെങ്കിൽ എന്തോ ടേസ്റ്റ് അതിനുണ്ട്, മസാല ടേസ്റ്റ് ആണോ എരിവോ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എന്നെ സംബന്ധിച്ച് പറയുന്നത് നന്നായിട്ട് കഴിക്കാൻ വരുന്ന ഫുഡായിരുന്നു അത്. ഫുഡ് തികയാത്ത ആ ഒരു ഇഷ്യൂ മാത്രമാണ് ആ ടൈമിൽ ഉണ്ടായിരുന്നുള്ളൂ. LPG ഇഷ്യൂ വന്നപ്പോഴാണ് ചപ്പാത്തി കട്ട് ചെയ്തു, ചായയും കട്ട് ചെയ്തു. ഞാൻ ഭയങ്കര ടീ ലവറാണ്. ചായ കട്ട് ചെയ്ത് തലവേദന എടുത്തായിരുന്നു. പിന്നെ കുറേ നാൾ അവിടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ചായക്ക് പകരം അവർ ജ്യൂസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് 5 മണിൻ്റെ ടൈം ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കണം. പക്ഷെ ഞങ്ങൾക്ക് ഫുഡല്ല, ജ്യൂസ് കുടിക്കാൻ ചെല്ലണം. അപ്പോൾ ഞങ്ങൾക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 5 മണിക്കാണ്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അവർ 5 ആയാൽ തന്നെ അവർ വെള്ളം കോരി ഒഴിച്ച് പിന്നെ ആ വെള്ളമുള്ള ജ്യൂസാണ് ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ ജ്യൂസ് ഇട്ട് വെള്ളം ഒഴിച്ചാൽ പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ടേസ്റ്റ് അല്ല. അതുകൊണ്ട് ജ്യൂസൊക്കെ അട്ടർ ഫ്ലോപ്പായിരുന്നു. പിന്നെയുള്ള ഞങ്ങളുടെ താമസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് ബെഡ് ഇട്ടിട്ട് ഹോസ്റ്റലിൽ പോലെ 2 ബെഡായിട്ടാണ് അവർ അങ്ങനത്തെ റൂമുണ്ട്. അതല്ലാതെ ഞങ്ങൾ കിടന്ന റൂം എന്ന് പറയുന്നത് സാധാരണ ഈ ചുമ്മാ ഒരു സിംഗിൾ കട്ടിൽ ഇപ്പോൾ സിംഗിൾ ബെഡ് തലവണ അത്രയേ ഉള്ളൂ. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്ന് അത് വിരിച്ച് സെറ്റാക്കി അവിടെയാണ് ഞങ്ങൾ കിടന്നത്. ഐ തിങ്ക് എൻ്റെ റൂമിൽ 17 പേരോ അത്ര ബാക്കിയുള്ള ഗേൾസ് അപ്പുറത്തെ റൂമിൽ, ബോയ്സിന് തൊട്ടപ്പുറത്ത് വേറെ ബിൽഡിംഗ് ഉണ്ട്. അങ്ങനെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ താമസിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ജനലിനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. 2-3 ജനലേ ഇല്ലായിരുന്നു, ചുമ്മാ സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ കുരങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഫുഡൊക്കെ മാമിൻ്റെ ഫോണിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഓർഡർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ മണം അടിച്ചിട്ട് കുരങ്ങുകൾ വന്ന് ഞങ്ങൾ കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ മാമിനോട് കംപ്ലയിൻറ്റ് ചെയ്തെങ്കിലും വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല അത്. പിന്നെ അവിടെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നു, ഒന്നാമത്തെ ഫുഡായിരുന്നു, അത് പറഞ്ഞു. രണ്ടാമത്തെ ഹൈജീനാണ്. ഒട്ടും ഹൈജീൻ ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ നിൽക്കുന്ന അവിടെ ഒട്ടും ഹൈജീൻ ഇല്ല എന്ന് പറഞ്ഞാൽ തീരെ ഹൈജീൻ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ബാത്റൂമിൻ്റെ കാര്യമായാലും ഞങ്ങൾ മാത്രം 40 ഗേൾസ് ഉണ്ട്. അങ്ങനെ 6 കോളേജ് അല്ലെങ്കിൽ 5 കോളേജിൽ നിന്ന് അത്ര ഗേൾസ് തന്നെ എല്ലാ കോളേജിൽ നിന്നും ഉണ്ട്. അപ്പോൾ അത്രയും പേർക്ക് ആകെ 12 ബാത്റൂമാണ് തന്നിരുന്നത്. അതിന് പകുതി ഇതിനും ഡോറ് മര്യാദയ്ക്ക് ഇതല്ല, ഡോർ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡോർ തുറക്കാനും അടയ്ക്കാനും ബുദ്ധിമുട്ട്, ഡോർ പകുതി ഇല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് 4 മണിക്ക് വരെ എഴുന്നേറ്റിട്ട് ബാത്റൂമിൽ പോകേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഫുഡ് കഴിച്ചിട്ടുള്ള അവിടെ മെസ്സാണ്. അവിടെയും അത്ര ഹൈജീനൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു ബാഡ് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അപ്പുറം ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിൽ അവിടെയാണ് ഞങ്ങൾക്ക് ഫുഡ് തരിക. അവിടുത്തെ മെസ്സും സംഭവങ്ങളൊക്കെ നല്ല രസമാണ്, മൊത്തത്തിൽ നല്ല ക്ലീനാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഭയങ്കര അഫോർഡബിളും അവിടെ കുറച്ചുകൂടെ എക്സ്പെൻസീവും ആയതുകൊണ്ട് അതിൻ്റെ വ്യത്യാസം എന്തായാലും ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. അത് മാത്രമല്ല അവിടെ നല്ല ഹൈ ക്ലാസ് പീപ്പിൾസാണ്. സോ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരപ്പോൾ തന്നെ കംപ്ലയിൻറ്റ് ചെയ്താകും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും ഇവിടെ ആരും കംപ്ലയിൻ്റ് ഒന്നും ചെയ്യില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ. പിന്നെ അവിടെ ഇടയ്ക്കൊക്കെ മഴ പെയ്യാറുണ്ടായിരുന്നു തോന്നുന്നു. അത്യാവശ്യം തണുപ്പും ഉള്ളൊരു ക്ലൈമറ്റായിരുന്നു. ക്ലൈമറ്റൊന്നും അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പകലൊക്കെ അത്യാവശ്യം നല്ല വെയിൽ ഉണ്ടാവാറുണ്ട്. ക്ലൈമറ്റ് ഒന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ 1 മന്തിൽ ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ഫോൺ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ വന്ന ആ ആഴ്ചയിൽ ഫോൺ അലൗഡേ ആയിരുന്നില്ല. എന്ന് വെച്ചാൽ ഫോണും ഞങ്ങളുടെ ഇയർപോഡ്സും ചാർജറും ഞങ്ങൾ മാമിൻ്റെ കയ്യിൽ കൊടുത്ത് മാം അവിടുത്തെ ഓഫീസറുടെ കയ്യിൽ കൊടുക്കുക ചെയ്തത്. എന്നിട്ട് പിന്നെ മാം പറഞ്ഞത് ഫോൺ അവിടെ അലൗ ചെയ്യത്തില്ല. ഇത്രയും നാളത്തെ കടമം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫോൺ കൊണ്ടുവരാൻ തന്നെയുള്ള പെർമിഷൻ കിട്ടിയത്. അതല്ലാതെ ഫോൺ അലൗ ചെയ്യുന്നില്ല, സംസാരിക്കുന്നുണ്ട്, അവർ തരുന്നില്ല എന്ന് പറഞ്ഞു. ഒരാഴ്ച ഞങ്ങൾ കുറച്ച് സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഫോൺ കൊണ്ടുവരികയും ചെയ്തു, ഇവർ തരുന്നുമില്ല. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ആഴ്ചയാണ് ഞങ്ങൾക്ക് ഫോൺ തരുന്നത്. 2ാമത്തെ ആഴ്ച ആ ഫോൺ തരുന്ന ടൈമിൽ കറക്റ്റ് പറഞ്ഞാൽ 5 പ്ലഗാണ് ഞങ്ങൾക്ക് കുത്താനായിട്ട്. ഒരു റൂം നമുക്ക് തുറന്നു തരും. ആ റൂമിലാണ് നമ്മളെല്ലാവരും, ഞങ്ങളിപ്പോൾ 60 പേരുണ്ട്, 60 പേരും അവിടെയാണ് നിൽക്കേണ്ടത്. ആ 5 ചാർജ് ചെയ്യുന്ന സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഫോൺ കിട്ടിയപ്പോൾ തന്നെ നല്ല അടിയായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്നില്ല, ഇവർക്ക് കിട്ടുന്നില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു കാര്യം. കാരണം ഫോൺ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ചാർജ് വേണ്ടേ. അപ്പൊ അതിന് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൺ ആകെ 1 മണിക്കൂർ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ 1 മണിക്കൂർ എന്ന് പറയുന്നത് പുറത്തുനിന്ന് ആലോചിക്കുമ്പോൾ 1 മണിക്കൂർ കിട്ടില്ല എന്ന് വിചാരിക്കുമെങ്കിൽ പോലും ഒരാഴ്ച കണ്ടൊക്കെ ഫോൺ കിട്ടുമ്പോൾ നമുക്ക് നെറ്റ് ഓൺ ആക്കി തന്നെ ഫോൺ ഹാങ് ആവും. അതെടുക്കാൻ തന്നെ വേണം 10-15 മിനിറ്റ്. പിന്നെ ഫോൺ ഇങ്ങനെ കൊണ്ട് ടേബിളിൽ വെക്കത്തുള്ളൂ. നമ്മൾ നമ്മുടെ ഫോണും ചാർജറും ഇയർപോഡ്സൊക്കെ തപ്പി കണ്ടുപിടിച്ച് അടി ഉണ്ടാക്കി വേണം മേടിക്കാനായിട്ട്. അപ്പോൾ അതിനും കുറേ ടൈം പോകും. പിന്നെ ചാർജിൻ്റെ സാധനം വേണം കുത്താനുള്ളത്, അതിനും കുറേ ടൈം പോകും. അങ്ങനെ കുറേ ടൈം പിന്നെ അങ്ങനെയൊക്കെ പോകും. പിന്നെ ഒന്ന് വീട്ടിലൊക്കെ വിളിച്ച് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും 1 മണിക്കൂർ എങ്ങനെയാണ് പോകാമെന്ന്
അറിയാനേ പാടില്ല. 1 മണിക്കൂറൊക്കെ പെട്ടെന്നാണ് അപ്പോൾ പോകുന്നത്. പിന്നെ ഞങ്ങൾ 31-ാം തീയതി വിടുന്നതായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ മാറ്റി 30-ാം തീയതി ആക്കി. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി 31-ാം തീയതിക്ക് ബസ് ബുക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായി. എന്നുവെച്ചാൽ നമുക്കിനിപ്പോൾ ഒന്ന് ക്യാൻസൽ ആക്കണമെങ്കിൽ 2 ദിവസം മുന്നേ ഞങ്ങളോട് പറഞ്ഞത് 30-ാം തീയതി വിടുമെന്നുള്ളത്. അപ്പോഴത്തേക്കും ഫോൺ ഇല്ല, ക്യാൻസൽ ആക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെ കുറച്ച് പൈസയൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ ഇത്ര പൈസ ഞങ്ങൾ തിരിച്ചു കിട്ടും. അപ്പോൾ കുറച്ച് പൈസ തിരിച്ച് കിട്ടി, അത് തന്നെ ഭാഗ്യം. ഞങ്ങൾ LPG ഇഷ്യൂ കാരണം ഹോട്ടലൊന്നും തുറക്കത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ 31-ാം തീയതി ഈവനിങ് തന്നെ പോകാമെന്ന് വിചാരിച്ചാണ്. അത് നമ്മൾ ക്യാൻസൽ ആക്കിയിട്ടാണ് 30-ാം തീയതി ഈവനിങ് ഞങ്ങൾ വന്നു. അവിടെ നിന്ന് ഞങ്ങൾ 11 മണിയായപ്പോഴാണ് കയറിയത്. ഹോസ്റ്റലിൽ എത്തിയപ്പോൾ I think 3 മണിയൊക്കെ ആയി, കാരണം കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നല്ലോ. 3 മണിയൊക്കെ ആയി. പിന്നെ ഹോസ്റ്റലിൽ നേരെ ചെന്നു, പാക്ക് ചെയ്തൊക്കെ റീപാക്ക് ചെയ്തു. എന്ന് വെച്ചാൽ നമുക്ക് അലക്കാനുള്ള കുറച്ച് ഡ്രസ്സ്, ബെഡ്ഷീറ്റ്, യൂണിഫോം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അലക്കാനുള്ള തുണിയൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ബാക്കിയൊക്കെ റീപാക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതൊന്നും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ആകെ ഞങ്ങൾ കഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ്. അതും എന്താ അവലക്കയോ അങ്ങനെ എന്തോ സംഭവമാണ് പേര് പറയുന്നത്. അവലൊക്കെ വെച്ചിട്ട് അവരുണ്ടാക്കുന്ന എന്തോ പ്രത്യേക തന്നെ സാധനമാണ്. അത് അത്ര ടേസ്റ്റ് ഇല്ല, നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ അന്ന് ബസ് വരുന്ന ആ ഒരു ടെൻഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എപ്പോൾ ബസ് വരും, കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുമോ. മൊത്തത്തിൽ അന്നത്തെ ദിവസം 2 ദിവസം ഞങ്ങൾ കുറച്ച് പേര് ഭയങ്കര ടെൻഷനാണ്. കാരണം ബസ് ക്യാൻസൽ ആക്കണോ വേണ്ടോ എന്നുള്ളത് അന്ന് രാവിലെ വരെ ഞങ്ങൾക്ക് ഒരു പ്ലാനില്ല. ക്യാൻസൽ ആക്കണോ വേണ്ടെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചു, ക്യാൻസൽ ആക്കണോ വേണ്ടോ, നിൽക്കണോ, പൈസ പോവോ, അല്ലെങ്കിൽ ഒരു ദിവസം ഹോസ്റ്റലിൽ നിന്നാലോ. അപ്പുറം ഫുഡില്ല. മാമിന് ഞങ്ങളെ എവിടെയെങ്കിലും സേഫായിട്ട് ആക്കിയിട്ട് വേണം മാമിന് വീട്ടിൽ പോകാൻ. അപ്പോൾ മൊത്തത്തിലൊരു ജഗപൊകയായിരുന്നു ആ ടൈമിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാം കുഴപ്പമില്ല, ഞങ്ങൾ 30-ാം തീയതി തന്നെ പൊക്കോളാന്ന് പറഞ്ഞു. പിന്നെ ക്യാൻസലാക്കി. അന്ന് ഫുഡ് കഴിച്ചില്ല. ഈവനിങ് അതുവരെ ഞങ്ങൾ ഫുഡ് ഞങ്ങൾ എല്ലാവരും ആകെ ടയേർഡായിട്ടോ. കാരണം ഫുഡ് കഴിക്കാതെ അത്ര നേരം ഇരിക്കാന്ന് പറഞ്ഞാൽ ഐ കാണ്ട്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് അപ്പോഴായാലും നമുക്കാ ഒരു ഗ്യാസ് കയറി. അത്രയും ടൈം അങ്ങനെ ഇരുന്നല്ലേ നമ്മുടെ സ്റ്റൊമക്ക് എംപ്റ്റി ആയിട്ട് ഗ്യാസ് കയറി. പിന്നെ വീട്ടിൽ ചെന്ന് ഒരു ദിവസം കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ പ്ലാൻ ചെയ്തിരുന്നത് അവിടെ എത്തി നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടി, അപ്പോൾ തന്നെ ഗായ്സ് ഞങ്ങൾക്ക് ഫോൺ കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വീഡിയോ എടുക്കാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ബാഡ് ലക്ക്, ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ ബാംഗ്ലൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ ഡേയ്സിലെ ബാംഗ്ലൂരാണ് സത്യം പറഞ്ഞാൽ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ എനിക്കറിയായിരുന്നു അതെന്തായാലും നടക്കില്ല. കാരണം കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ബാംഗ്ലൂർ ഡേയ്സിൽ ബാംഗ്ലൂർ ആ മൂവിയിൽ മാത്രമേ ഉള്ളൂ, ശരിക്കുള്ള ബാംഗ്ലൂർ അങ്ങനെയല്ല കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾ പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, കുറേ മലകളും കുന്നുകളും കാടുകളും എന്താ പറയുക കുറേ നദികളും ഒക്കെ ഉള്ള ഒരു പ്രകൃതി രമണീയമായൊരു സ്ഥലം. അപ്പം ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഞങ്ങളുടെ ആ ഒരു നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ തൊട്ട് മേളിലായിട്ട് ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു സംഭവം കാണാം, കുറേ ഫ്ലാറ്റുകൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ആയിട്ടായിരിക്കും ബാംഗ്ലൂരിൽ നിന്നാണ് എൻ്റെ ഒരു മനസ്സിൽ പറയുന്നത്. ഞാൻ തന്നെ വിചാരിക്കുന്നത് അങ്ങനെ, കാരണം അവിടെ കുറേ ഫ്ലാറ്റൊക്കെ ഉണ്ടായിരുന്നു ഐ തിങ്ക്. പിന്നെ ഞാൻ കുറേ ഇൻസ്റ്റയിൽ കുറേ ഇപ്പോഴത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോസം പോകുന്ന സീസണാണല്ലോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, മറ്റേ ബ്ലോസൊക്കെ പൂത്ത് നിൽക്കുന്ന ഓരോ വീടിൻ്റെയും ഇടയ്ക്ക് കൂടെ ഒക്കെ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു അത് കാണാൻ പറ്റുന്നു. പക്ഷേ കുറച്ച് 2-3 ബ്ലോസം അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് കണ്ടു, അത്രേ കണ്ടുള്ളൂ, വേറെ ഒന്നും കണ്ടില്ല. അതെങ്കിലും കണ്ടില്ല, ഭാഗ്യം. പിന്നെ ഞങ്ങളുടെ സെമ്മിൻ്റെ റിസൾട്ട് അറിഞ്ഞത് അവിടെ വെച്ചിട്ടാണ്. ഞാൻ അത് പറയാൻ മറന്നുപോയി. സെമ്മിൻ്റെ റിസൾട്ട് അവിടെ വെച്ചിട്ടാണ് അറിഞ്ഞത്. അമ്മേ ഫോണില്ല മാം, ഞങ്ങൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന പറഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. പിന്നെ അന്ന് തന്നെ ഐ തിങ്ക് 12 മണിയായപ്പോൾ അവർ റിസൾട്ട് പിൻവലിച്ചു. കാരണം സൈറ്റ് ബ്ലോക്ക് എന്താ സംഭവം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ മോർണിംഗ് ഞങ്ങളുടെ റൂമിൽ മാം കയറി വന്നിട്ടാണ് പറയുന്നത് ഞാൻ എല്ലാ റിസൾട്ട് നോക്കി വെച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ തന്നെ പറയാം. ജീവൻ പോയി. അന്ന് വെച്ചാൽ സെമ്മിന്റെ റിസൾട്ടൊക്കെ നമുക്ക് അറിയാലോ, ആര് പാസ്സാവും ആർക്ക് കിട്ടത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ നമുക്ക് വിചാരിക്കാൻ ആൾക്ക് കിട്ടത്തില്ല, വിചാരിക്കാത്ത ആൾക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് സെമ്മിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് സെമ്മിനൊക്കെ അത്യാവശ്യം കയറി പോരാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ അമ്മേ അങ്ങനെ പാസ്സായി എന്ന് കേട്ട ആ ടൈമിലാണ് സമാധാനമായത്. പിന്നെ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, സമാധാനമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ, എന്റെ കാര്യം പറയുന്നത് സമാധാനമായിട്ട് എനിക്കൊന്ന് കിടന്നുറങ്ങണമെങ്കിൽ മനസ്സിൽ ടെൻഷനൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവിടെ വന്ന ഒരാഴ്ച ഞാൻ ഭയങ്കര സമാധാനത്തിൽ കിടന്നുറങ്ങിട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര സമാധാനത്തില്ല. എന്ന് വെച്ചാൽ ഫോണില്ല, ഒന്നും അറിയണ്ട, ഒന്നും ആലോചിക്കേണ്ട, അങ്ങ് ഒന്നും ചെയ്യണ്ട. നമ്മൾ ഡ്യൂട്ടിക്ക് രാവിലെ എഴുന്നേറ്റ് 9 മണിക്ക് ഡ്യൂട്ടി, അപ്പൊ പോവുക, 5 മണി വരെ അവരോട് സംസാരിക്കുക, അവരുടെ കൂടെ നടക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരാഴ്ച. ശരിക്കും പറഞ്ഞാൽ ആ ഒരാഴ്ച ഞങ്ങൾക്ക് ഭയങ്കര ഫുഡും കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുക, കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക, വേറെ ഒന്നും വിചാരിക്കാതെ കിടന്നുറങ്ങുക. ആ ഒരാഴ്ച ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങി.
ആഴ്ച മുതലാണ് വൈവ സ്റ്റാർട്ട് ആയതും റിക്വയർമെന്റ്സ് വരാൻ തുടങ്ങിയതും. അപ്പം മുതൽ ഉറക്കം പോയി. എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാത്രി ഞെട്ടി എഴുന്നേക്കുക. അപ്പൊ ഞാൻ പണ്ട് വിചാരിക്കുന്നത് എന്താ ഞാൻ ഇങ്ങനെ രാത്രി ഞെട്ടി എഴുന്നേക്കുന്നതെന്ന്. ചുമ്മാ ഞെട്ടി എഴുന്നേക്കുക, കണ്ണു തുറന്ന് ചുറ്റും നോക്കുക, എന്തൊക്കെയൊക്കെയോ തോന്നലായിരുന്നു രാത്രിയിൽ. എനിക്ക് പണ്ട് മുതൽ പ്രശ്നമുള്ളത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴെനിക്ക് ഉത്തരം കിട്ടിയത് സമാധാനം ഉണ്ടെങ്കിലാണ് ഞെട്ടി എഴുന്നേക്കാതിരിക്കുന്നതാണ് എന്റെ ഒരു തിയറി കേട്ടോ. എന്ന് വെച്ചാൽ എന്റെ ഒരു തിയറിയാണ് അത്. ബാക്കിയുള്ളവർക്ക് അത് വർക്കാവില്ലോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആ ഒരാഴ്ച ഒന്നും ആലോചിക്കാതെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. ഒന്നും ആലോചിച്ചിട്ടില്ല, സുഖമായിട്ട് കിടന്നുറങ്ങി. ബട്ട് നെക്സ്റ്റ് ആഴ്ച ഇതൊക്കെ വന്നോണ്ട് ഈ ടെൻഷൻ, വൈവ കറക്റ്റ് തീരുവോ, റിക്വയർമെന്റ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും, ആ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രാത്രി ഞെട്ടി എന്നിട്ട് ചുമ്മാ പുറത്തേക്ക് നോക്കല. അവിടെ കുറെ നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അപ്പൊ അവരൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഭയങ്കര സ്നേഹമുള്ള കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഓരോരോ സ്റ്റോറീസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമാവും. അപ്പൊ അവരൊക്കെ ഞാൻ പറഞ്ഞ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അവരെ. പോരുന്ന ടൈമിലും ഭയങ്കര ഒരു മിസ്സിങ്ങോടെയാണ് അവിടെ നിന്ന് പോകുന്നത്. ഇനി ഒരിക്കലും നമുക്ക് അങ്ങോട്ട് പോവാൻ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമം കൂടെ ഉണ്ട്. കാരണം നമ്മൾ അവിടെ ഡ്യൂട്ടി കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് അവിടെ കയറാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇറങ്ങിയിട്ട് പിന്നെ ഒന്ന് കയറാൻ വിചാരിച്ചാൽ കൂടെ പറ്റത്തില്ല. അപ്പൊ ഇനി അവരൊന്നും കാണില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം. ഞാൻ ഈ ഫോൺ കിട്ടിയതിന് ശേഷം ലൈഫിൽ ഒരിക്കലും വിചാരിച്ചതല്ല എന്നെങ്കിലും ഒരു മാസമൊക്കെ ഫോൺ ഇല്ലാതിരിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഇപ്പം മനസ്സിലായി, ഒരു മാസം ഫോൺ ഇല്ലാതിരിക്കാൻ പറ്റും. ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും, ഫോൺ ഇല്ലാത്തതിന്റെ കുറച്ച് വിഷമങ്ങൾ. അത് ഫോണിൽ ഭയങ്കര കളിക്കാൻ പറ്റില്ല എന്ന് ഓർത്തിട്ടല്ല, പേരൻസിനെ വിളിക്കാൻ പറ്റത്തില്ല, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നോക്കാൻ പറ്റത്തില്ല, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇത്ര നാൾ ഒരു മാസം ഫോൺ ഇല്ലാതിരുന്നിട്ട് ഇരിക്കുന്ന അങ്ങനെ ഒരാൾക്ക് ഇത് പറഞ്ഞാൽ ചിലപ്പോൾ കണക്ട് ആയേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഈ പേരൻസിനെ വിളിക്കാൻ പറ്റില്ല. പിന്നെ നമുക്കൊരു ഡൗട്ട്, ഇപ്പോൾ വൈവിക്കായാലും കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു, മാം ഇങ്ങനെ ഫൈൻഡ് ഔട്ട് തരുമ്പോൾ നോക്കാനൊന്നും പറ്റത്തില്ല. ആ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഈ ഫോണില്ലാന്ന് എനിക്ക് അപ്പം മനസ്സിലായി. ഞാൻ കടവംശം പോവാൻ തീരുമാനിച്ച അപ്പം മുതൽ വിചാരിക്കുന്നതാണ് തിരിച്ചു വന്നിട്ട് എന്തായാലും എക്സ്പീരിയൻസ് പറയണം. അതും കറക്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പീരിയൻസ് എന്താണോ അത് കറക്റ്റായിട്ട് പറയണം. പിന്നെ ബാക്കിയുള്ളവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഭയങ്കര ഹോം സിക്നെസ് ഉള്ളവരാട്ടോ. അവർക്ക് എങ്ങനെയും വീട്ടിൽ പോയാൽ മതി അങ്ങനെയാണ് പറയുന്നത്. കാരണം അവർക്ക് ഭയങ്കര വീടുമായിട്ട് ഭയങ്കര അറ്റാച്ച് ആയിട്ട് കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് എങ്ങനെയും വീട്ടിൽ പോയാൽ മതി. അവർ കിടന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മുന്നിൽ കിടന്നിങ്ങനെ കരയും, വീട്ടിൽ പോകണം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. മേ ബി അവർക്കൊന്നും ഇത്രയും ഒരു മിസ്സിങ് ഉണ്ടാവുമെങ്കിൽ തന്നെ ഇത്രയും ഉണ്ടാവാൻ ചാൻസ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് വീട്ടിൽ പോയിട്ടുള്ള ആ ഒരു ഇതാണ് അവർക്ക് ഏറ്റവും ഇത്. എനിക്കും വീട്ടിൽ വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ നിൽക്കുമ്പോൾ അയ്യോ വീട്ടിൽ പോകണം എന്തായാലും പോവാം അങ്ങനെ ഒരു മൈൻഡ് ആയിരിക്കും. പക്ഷെ തിരിച്ച് നമ്മൾ പോരുവാണെന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് ആലോചിക്കുമ്പോൾ ഇനി ഒരിക്കലും ഇവരൊന്നും കാണില്ലല്ലോ എന്നുള്ളത് നമുക്ക് ഒരു വിങ്ങലാണ് മനസ്സിൽ. ഇനി കടവംശി പോകുന്നവരോട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല, ഒരു പ്രശ്നമില്ല. ടീച്ചേഴ്സ് പറയുന്നതായിക്കോട്ടെ, ആരും പറയുന്നത് വിശ്വസിക്കേണ്ട. ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഫോണില്ലാതെ കുറേ പേരെ കണ്ട്, നമ്മൾ കുറേ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ മുന്നിൽ കണ്ട്, സിംറ്റംസ് മുന്നിൽ കണ്ട്, കൗൺസിലേഴ്സിനോട് ഒക്കെ ഇൻട്രാക്ട് ചെയ്ത് നല്ല രസമായിരിക്കും. ഒരു പ്രശ്നമില്ല. പിന്നെ ഫോണില്ല, ഫുഡില്ല, അത് രണ്ടും നമ്മൾ റിയലൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഞങ്ങളോട് പറഞ്ഞ ഫുഡൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്നായിരുന്നു, പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫുഡൊന്നും കൊണ്ടുവരുന്നതിനൊന്നും ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ചെക്ക് പോലും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കും റെസിഡൻസിനും വേറെ ഇതാണ്. റെസിഡൻസ് താഴെയാണ്, അവർ ലോക്ക് ചെയ്യും, ഞങ്ങൾ മേളിലാണ്. ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ടെൻഷൻ അടിച്ച ഒരാളായിരുന്നു ഞാൻ. വേണമെങ്കിൽ കുറച്ചും കൂടെ സ്നാക്സ് ഒക്കെ കൊണ്ടുവരാമായിരുന്നു, പക്ഷേ ഞങ്ങൾ അത്രയും പറഞ്ഞ് പേടിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നും കൊണ്ടുവരാത്തത്. പക്ഷേ ഒരു കുഴപ്പം ഞങ്ങളുടെ ബാച്ചിനുണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞങ്ങളുടെ ബാച്ചിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി കടവംശി പോകുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് ലക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്ര നേരം എൻ്റെ സംസാരം കേട്ടിരുന്ന, ഇത് മുന്നിലത്തെ കാര്യങ്ങളൊക്കെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.